സിനിമയുടെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള സീൻ മാതൃക ക്ലാസ് റൂം. അത് സ്ക്രിപ്റ്റിൽ ആദ്യം തൊട്ടേ അങ്ങനെ തന്നെയായിരുന്നു എന്നറിയാനുള്ള ആഗ്രഹമുണ്ട്. പിന്നെ എപ്പോഴാണ് ഈ ഐഡിയ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക്, ഇപ്പോൾ തമിഴ്നാട്ടിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അവിടുത്തെ ഹിന്ദു പോലുള്ള ന്യൂസ് പേപ്പേഴ്സിലൊക്കെ അതിനെ പറ്റിയുള്ള ആർട്ടിക്കിൾസ് വരുന്നു, ഏത് മൊമെൻറ്റിൽ ഇത് ഇത്രയും വർക്കായെന്ന് മനസ്സിലായ ആൻഡ് ഇത് സ്ക്രിപ്റ്റ് ലെവലിൽ ഉണ്ടായിരുന്നായിരുന്നു? തീർച്ചയായിട്ടും. അതായത് ഇവർ ഫസ്റ്റ് സ്ക്രിപ്റ്റ് ഇത് കൊണ്ടുവന്ന് നമ്മൾ വായിച്ചു, ലൈക്ക് നരേഷൻ കഴിഞ്ഞപ്പോൾ വിനേഷ് എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ചേട്ടൻ ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞങ്ങൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തതാണ് ഗവൺമെൻറ് ലെവലിൽ തന്നെ. ഓക്കെ, ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി ഞാൻ ലൈക്ക് മൈ വൈഫ് ഷി വാസ് എ ടീച്ചർ. അപ്പോൾ പുള്ളിക്കാരത്തി ഇൻ്റർനാഷണൽ സ്കൂളിലൊക്കെ പഠിപ്പിച്ചാണ്. പുള്ളിക്കാരത്തി പറഞ്ഞു ഞങ്ങൾക്കൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന സിസ്റ്റമാണ്, ഇല്ലെന്നല്ല. പക്ഷേ ഇതൊരു കോമൺ ജനറൽ പബ്ലിക്കിന് ഇത് അറിയില്ലായിരുന്നു. ഇപ്പോൾ ആർമി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ 7th ക്ലാസ് മുതൽ ആർമി സ്കൂൾസിലൊക്കെ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്, പിന്നെ മിലിറ്ററി സ്കൂൾസിൽ പോയി കഴിഞ്ഞാൽ. പക്ഷേ നമ്മൾ നോർമൽ ഓഡിയൻസിൽ അല്ലെങ്കിൽ നോർമൽ പബ്ലിക് ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിനേഷിനോട് പറഞ്ഞു, വിനേഷ്, ദിസ് ഈസ് ദ ഹൈലൈറ്റ്, ഇതാണ് ദ മെയിൻ തിങ്. അപ്പോൾ ഇതിനകത്ത് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ ലൈക്ക് ഇപ്പോൾ ഞാനൊക്കെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ലൈക്ക് ഐ വാസ് മോർലെസ് ലൈക്ക് ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ നമുക്കൊന്നും ഒരു ബോധറേഷൻ ഇല്ലായിരുന്നു. നമ്മൾ ബാക്കിൽ എവിടെ ഇരുന്നാൽ പോലും ടീച്ചേഴ്സ് കെയർ ചെയ്യത്തില്ലായിരുന്നു. അപ്പോൾ ഐ ഫെൽ ദാറ്റ് ഇറ്റ് മെയ്ഡ് ലോട്ട് ഓഫ് സെൻസ്. പിന്നെ ഇത് ഭയങ്കരമായിട്ട് വൈറലാവുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ പടം തിയേറ്റർ റിലീസായപ്പോഴും കുറേയധികം നല്ല റിവ്യൂസ് വന്നായിരുന്നൊക്കെ, ഇൻക്ലൂഡിങ് ഭരദ്വാജ് രംഗൻ സർ ആ സമയത്ത് ട്വീറ്റൊക്കെ ചെയ്തിരുന്നു, ബ്ലോഗ് എഴുതിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ OTT വന്നു കഴിഞ്ഞ് ഹിന്ദുവിലൊരു ആർട്ടിക്കിൾ വന്നു. ഓക്കെ, നമ്മൾ ഉദ്ദേശിച്ചത് ചിലപ്പോൾ അത് ഇവിടുത്തെ കൊച്ചി എഡിഷൻ അങ്ങനെ വരുന്നതാണ്. നമ്മൾ ആദ്യം നോക്കിയപ്പോൾ ഇത് അക്രോസ് കേരള വന്നു. പെട്ടെന്ന് ഒന്നുകൂടി സെർച്ച് ചെയ്യപ്പോൾ അക്രോസ് ഇന്ത്യയിൽ ഹിന്ദു എഡിഷനിലുണ്ട്. തേർഡ് ഫേസിൽ ഞങ്ങൾ നോക്കിയപ്പോൾ ഇൻ്റർനാഷണൽ എഡിഷനിലും ഉണ്ട്. ഫ്രം ദെയർ ഇറ്റ് വാസ് ലൈക്ക് ഹെവോക്ക്. അതൊരു വൈറൽ ഇമ്പാക്റ്റ് ആയിരുന്നു. പിന്നെ ടൈംസ് ഓഫ് ഇന്ത്യ, പിന്നെ അങ്ങനെ ഒരുത്തങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ദാറ്റ് ടെലിഗ്രാഫ്, ബ്രൂട്ട് എല്ലാവരും വരാൻ തുടങ്ങി. സോ വി റിയലൈസ് ദാറ്റ് കയ്യിൽ നിന്ന് പോയി. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഈസ് ദ പവർ വിഷ്ണു. ഇപ്പോൾ ഞങ്ങളോട് കുറേ പേര് ചോദിച്ചു, നിങ്ങൾ എന്തോരം പൈസ ചിലവാക്കി ഇതൊക്കെ എഴുതിയെടുക്കാൻ. പൈസ ചിലവാക്കുന്നത് 10 സ്ഥാനാർത്ഥി ശ്രീകുണ്ട് ഉണ്ടാക്കായിരുന്നു ആ കാശ് കൊണ്ട്. സോ ദ തിങ് ഇസ് ദാറ്റ് വി സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് വി ഹാഡ് എ വെരി സ്വീറ്റ് ഫിലിം. ഈക്വലി ആസ് യു സെഡ് ഇൻ ദ ബിഗിനിങ്, ഇതൊരു പ്രീച്ചി ഫിലിം അല്ലായിരുന്നു. കാരണം അത് ഇന്നലെ എനിക്ക് ഭരദ്വാജ് രംഗൻ സാറുമായിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഭരദ്വാജ് സാർ ചോദിച്ചത്, നിങ്ങൾക്ക് ഷുവർ ആയിരുന്നു ഇങ്ങനെ ഒരു മെസ്സേജ് ഇത് പക്ക ഹിറ്റാവും? ഞാൻ പറഞ്ഞു, സർ, ഇറ്റ് വിൽ നെവർ വർക്ക് ലൈക്ക് ദാറ്റ്. നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്ത് ഒരു സൂപ്പർ ഹിറ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഭയങ്കര വലിയൊരു മെസ്സേജ് കൊടുക്കണം എന്ന് പറഞ്ഞ് പടം ചെയ്താൽ പൊട്ടും ഫോർ ഷുവർ. ആൾക്കാരെ വായിലിരിക്കുന്ന കൂടി കേൾക്കും വേണമെങ്കിൽ. കാരണം എന്ന് വെച്ചാൽ യു ക്യാൻ നെവർ ഡൂ ദാറ്റ്. അതൊരു പ്രോസസ്സിന് പാട്ട് വരുന്ന സംഭവമാണ്. അപ്പോൾ ഇതിൽ ഓഡിയൻസ് ലൈക്ക് ദാറ്റ് കോൺസെപ്റ്റ്, എല്ലാവരും ഈക്വലാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. ആൻഡ് അതെനിക്ക് തോന്നുന്നു ആദ്യത്തെ സിറ്റിങ്ങിൽ തന്നെ വി വർ ലൈക്ക് യെസ്, ലെറ്റ്സ് ഗോ വിത്ത് ദിസ്, ഇത് മതി എന്നുള്ള രീതിയിൽ. പിന്നെ വിഷ്ണു പടം കണ്ടതാണല്ലോ, ഏറ്റവും കൂടുതൽ എലിവേറ്റ് ചെയ്തത് ആ മ്യൂസിക്കാണ്. അത് ഭയങ്കര ഗൂസ് ബംസ് ഫീൽ ആയിരുന്നു. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് കട്ട് കാണുന്നത് വേഫെയറിൻ്റെ സ്റ്റുഡിയോയിലാണ്, അവരുടെ ടീമുമായിട്ട് കണ്ടപ്പോൾ. എനിക്ക് ആ ക്ലൈമാക്സ് കണ്ടിട്ട് ഐ വാസ് ലൈക്ക് എനിക്ക് സ്റ്റണ്ണായിപ്പോയി. കാരണം ഭയങ്കര ഇഷ്ടപ്പെട്ടത്. എന്നിട്ട് ഞാൻ തിരിച്ച് പുറത്തു വന്ന് വിനേഷിനോട് ഞാൻ പറഞ്ഞു, വിനേഷ്, ദിസ് വിൽ മേക്ക് സം നോയ്സ് എന്ന് പറഞ്ഞു. അപ്പം അന്ന് ആരും വിചാരിച്ചില്ല ഈ അവസ്ഥയൊക്കെ വരും എന്നുള്ളത്. ബട്ട് വി ആർ സോ ഹാപ്പി ദാറ്റ് ഇറ്റ്സ് ഹാപ്പൻ. സൈലൻസിനെ യൂസ് ചെയ്ത് എടുത്ത് പറയേണ്ട ഒരു ഏരിയ ആണ്. കാരണം CP സാർ എൻ്റർ ചെയ്യുന്ന സമയത്ത് നിഴലുകളാണ് ആദ്യം എൻ്റർ ചെയ്യുന്നത്. ആ സമയത്ത് ഫുൾ സൈലൻസ് ആണ്. അത് തിയേറ്ററിൽ ഉണ്ടാക്കുന്ന ഓളവും അല്ലെങ്കിൽ നമ്മളത് ഹോം സ്ക്രീനിൽ നിന്ന് കാണുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ഓളം ഉണ്ട്. എന്താണ് നടക്കാൻ പോകുന്നത്? ഇയാളാണല്ലോ ആന്റഗോണിസ്റ്റ്. അത് എസ്റ്റാബ്ലിഷ്ഡ് ആണ്, പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ല. എക്സാക്ട്ലി. ആൻഡ് എനിക്ക് തോന്നുന്നു ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു വിനേഷ് ആൻഡ് ഹിസ് ടീം, ആൻഡ് എസ്പെഷ്യലി ദ സിനിമാറ്റോഗ്രാഫർ അനൂപ് ശൈലജ. കാരണം എവ്രി സീൻ ഇൻ ദ ഫിലിം വാസ് പ്രീ ഡിസൈൻഡ്. അല്ലാണ്ട് നമ്മൾ അവിടെ വന്നിട്ട് ഇവിടെ എന്തെടുക്കുക അതെന്തെടുക്കുക അങ്ങനെയല്ലായിരുന്നു. കാരണം ഞങ്ങൾ ഈ ഫിലിം തുടങ്ങുന്ന സമയത്ത് വിഷ്ണു ബിഗ്ഗസ്റ്റ് ചാലഞ്ച് വാസ് ദാറ്റ് ബജറ്റ് ലാബ് ഓൾദോ കുറേ വർഷങ്ങളായിട്ടുണ്ടായിട്ടും നമ്മൾ ചെറിയൊരു പ്ലെയർ ആയിരുന്നു. ഓക്കെ, വലിയ സംഭവമൊന്നും അല്ലായിരുന്നു. അപ്പം ഞാൻ വിനേഷിനോട് പറഞ്ഞു, മോനെ, നിൻ്റെയും എൻ്റെയും ഡു ഓർ ഡൈ ആണിത്. സോ വി ഹാവ് ടു മേക്ക് ഷുവർ വി സ്റ്റാൻഡ് ടുഗദർ. ഭീകര കോപ്പറേഷനായിരുന്നു. അതായത് വിനേഷിന് കൂടെ ഉണ്ടായിരുന്ന എൻറ്റയർ ടീമും ഒരു രീതിയിൽ പോലും പ്രൊഡക്ഷനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. സോ ഇപ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ ഡേയ്സ് ഓഫ് ഷൂട്ട് ഇട്ടു, ആക്ച്വലി ഒരു ദിവസം നേരത്തെ തീർന്നത്, അതും ഇത്രയും കുട്ടികൾ വെച്ചുകൊണ്ട്. സോ ഐ തിങ്ക് ഹാറ്റ്സ് ഓഫ് ടു വിനേഷ് ആൻഡ് ടീം, പേരൻസ്, കുട്ടികൾ. കാരണം ഇവരുടെ സപ്പോർട്ടില്ലായിരുന്നെങ്കിൽ ഈ സിനിമ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് വരില്ലായിരുന്നു. കാരണം പേരൻസൊക്കെ അത്രമാത്രം സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി. കുട്ടികളാണെങ്കിൽ ചില ഒരു കുട്ടി യു വോണ്ട് ബിലീവ്, ആ കൊച്ചിന് ലാസ്റ്റ് സ്റ്റേജസിലേക്ക് വന്നപ്പോൾ കുറച്ച് ഹാർട്ട് കൺജഷനൊക്കെ വന്നു. ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങൾക്ക് പേടിയായി, ദൈവമേ, അപ്പോൾ നമുക്കിനി ഷൂട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ആ കൊച്ചു വന്നിട്ട് പറയുക, ചേട്ടാ ഞാൻ ഷൂട്ട് ചെയ്തോളൂ, അച്ഛനമ്മയോടൊന്നും പറയാതിരുന്നാൽ മതി എന്നും പറഞ്ഞു. സോ ദ തിങ് ഈസ് അത്രമാത്രം ഒരു ടീം വർക്കായിരുന്നു. സോ ദാറ്റ് വേ ഐ ഫീൽ ഇറ്റ്സ് ഓൾ ദാറ്റ് യൂണിറ്റി ദാറ്റ് വി ഹാഡ്.
ആ ഇമ്പാക്റ്റാണ് ഈ കാണുന്നത് മുഴുവൻ. അപ്പോൾ ഈ ഓരോ സീൻസ് ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ലൈക്ക് വിഷ്ണു പറയുന്നത് അത്രയും അവർ ഹാർഡ് വർക്ക് ചെയ്തു, അത്രയും അവരൊരു ഹോംവർക്ക് ചെയ്തു, സോ ദാറ്റ് ഇറ്റ് ഷുഡ് കം പെർഫെക്റ്റ് എന്നുള്ള രീതിയിൽ എസ്പെഷ്യലി ഇന്റർവെല്ലിന് പേരെഴുതി കാണിക്കുമ്പോഴുള്ള ഒരു സ്റ്റോപ്പ് മോഷൻ കൈൻഡ് ഓഫ് അതും ഭയങ്കര ഭയങ്കരമായിട്ട് വെൽ ഡിസൈൻ സാധനമായിരുന്നു. ആൻഡ് ഇന്റർവെല്ലിൽ ഇത് പറഞ്ഞപ്പോഴത്തെ നമ്മുടെ ടൈറ്റിൽ സ്ഥാനാർത്ഥി ഈ പടം നമ്മൾ അനൗൺസ് ചെയ്യുമ്പോൾ ആദ്യം ആൾക്കാർ കമൻസ് ഇട്ടത് നിങ്ങൾ ആദ്യം സ്പെല്ലിംഗ് ഒന്ന് ശരിയാക്കുക, നിങ്ങൾക്ക് പടത്തിൻ്റെ ടൈറ്റിൽ സ്പെല്ലിംഗ് പോലും നിങ്ങൾക്ക് എഴുതാറില്ലെന്ന് പറയും. സോ ഐ തിങ്ക് ഇറ്റ് വാസ് ഓൾ ഐ ഡോണ്ട് നോ, ചിലപ്പോൾ തോന്നും ഇതൊക്കെ പ്ലാൻഡ് ആയിട്ട് ഇങ്ങനെ വന്നു, ചിലപ്പോൾ തോന്നും ഇറ്റ്സ് ലൈക്ക് ലക്ക് വാട്ടെവർ ഇറ്റ് ഈസ്. തമിഴ്നാട്ടിൽ നാളേക്കുണർ എന്നുള്ള ഷോർട്ട് ഫിലിം ഫെസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് വളരെ വളരെ വലുതാണ്. ഇന്നത്തെ തമിഴ്നാട്ടിലെ തമിഴ് സിനിമയിലെ എല്ലാ ബിഗ് നെയിംസും എൻ്റെ ഒരു ആരംഭം എന്ന് പറയുന്നത് നാളേക്കുണറാണ്. കാർത്തിക് സുബ്ബരാജ് ആയിക്കോട്ടെ, ലോകേഷ് കനകരാജ് ആയിക്കോട്ടെ, അൽഫോൺസ് പുത്രൻ ആയിക്കോട്ടെ, നളൻ കുമാരസ്വാമി ആയിക്കോട്ടെ. ഈ നാളേക്കുണർ പോലെ ഒരു ഷോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണോ ശരിക്കും ബഡ്ജറ്റ് ലാബിൻ്റെ ഇൻസ്പിറേഷൻ്റെ തുടക്കം? ഓണസ്റ്റ്ലി അല്ല വിഷ്ണു. കാരണം ഐ വാസ് എ പാഷനറ്റ് ഫിലിം മേക്കർ. ഞാൻ എൻ്റെ ഏർലി 20s ഹൈദരാബാദിൽ ഐ ടു വർക്ക് എസ് എൻ AD ഇൻ തെലുഗു ഫിലിംസ്. ഓക്കെ, പക്ഷെ അത് കഴിഞ്ഞ് എനിക്കത് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. കാരണം എൻ്റെ അമ്മ പറഞ്ഞു പഠിത്തം ബ്ലാ ബ്ലാ ബ്ലാ. പിന്നെ ഐ വെന്റ് ഫോർ പോസ്റ്റ് ഗ്രാജുവേഷൻ, പിന്നെ ജോലി, സെയിൽസ് ജോലി. പക്ഷെ മനസ്സിലെപ്പോഴും സിനിമയായിരുന്നു, സിനിമ എന്നൊരിതായിരുന്നു. അങ്ങനെ 2014 ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തു, ഞാൻ ഡയറക്റ്റ് ചെയ്തു. ഏകദേശം ഒരു 5 ലക്ഷം രൂപ പൊട്ടി. 5 ലക്ഷം രൂപ പൊട്ടി. എൻ്റെ മണ്ടത്തരങ്ങൾ അത്രേ ഉള്ളൂ. പക്ഷെ അതെനിക്കൊരു ഐ ഓപ്പണറായിരുന്നു. സെയിങ് ദാറ്റ് എന്നെപ്പോലെ എത്ര പേരുടെ ഇത് പോയിട്ടുണ്ടാകും. കാരണം പലരും നിഷാന്ത് ഭായ് സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് കാശ് വാങ്ങിച്ചു പോയി, അതല്ലാണ്ട് ഒരു ന്യൂസും ഇല്ലാതെ അത് കഴിഞ്ഞിട്ട്. അത് ഭയങ്കര റിയലൈസേഷൻ ആയിരുന്നു. കാരണം ഞാൻ ഇന്നലത്തെ രംഗൻ സാറിൻ്റെ ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു, അന്ന് ആ കൂടി ഉണ്ടായിരുന്ന വാഗ്നാറാണ് ഒരു വണ്ടി, അത് വിൽക്കേണ്ടി വന്നു കടം തീർക്കാനായിട്ട്. ആ അവസ്ഥയായിരുന്നു ഇത് നമ്മൾ കാരണം വെച്ചാൽ നമ്മളൊരു സാധാ IT ജോലി ചെയ്യുന്ന ഒരാൾക്ക് എന്ത് ബാങ്ക് ബാലൻസ് ഉണ്ടാവുക, EMI അത് ഇത്. അപ്പോൾ അങ്ങനെ അതൊക്കെ വിറ്റ് കടമൊക്കെ തീർത്തു. പക്ഷെ അതെനിക്കൊരു വാശിയായി. നൗ ഐ ഹാവ് ടു ബ്രിങ് ഇറ്റ് ബാക്ക് എന്ന് പറഞ്ഞു. കാരണം വാശി എന്ന് പറയുന്നത് എന്തോ മറ്റുള്ളവരുടെ മേലൊരു ഇതല്ലായിരുന്നു, എനിക്കൊരു വേ ഉണ്ടാക്കണം ഈ വരുന്ന നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞു. കാരണം ആ സമയത്ത് ഐ വാസ് ഓൾമോസ്റ്റ് 34-35. ഓക്കെ, സോ 2017 ഐ ഡയറക്റ്റഡ് അനദർ ഫിലിം വിത്ത് വിജയ് ബാബു സർ, ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു, ക്യാൻവാസ് എന്നും പറഞ്ഞ്. അപ്പോൾ അതിന് കുറേ അവാർഡൊക്കെ കിട്ടി. ഇത് കഴിഞ്ഞ് 2018 ഐ വാസ് കണ്ടിന്യൂയിങ് ദിസ് IT തിങ്. എന്തോ എനിക്കങ്ങ് ബോറടിച്ചു തുടങ്ങി ജോലി. ഓൾദോ ഒരു 5 figure സാലറി, വേൾഡ് വൈഡ് ട്രാവൽ, ഓൾ ദീസ് തിങ്സ് വെറുതെ എനിക്ക് ബോറടിച്ചു. ഒരു സുപ്രഭാതത്തിൽ ഞാൻ വൈഫിനോട് പറഞ്ഞു ജോലി ഇടുവാണെന്ന്. ഞാൻ പറഞ്ഞു പരിപാടി നിർത്തുക. സോ ഷി വാസ് ലൈക്ക് ഇനി എന്ത്. പക്ഷേ അതിന് 2 മാസം മുമ്പേ ഐ ഹാഡ് എ വെരി ക്ലിയർ പ്ലാൻ, ഞാൻ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന്. ആൻഡ് ദാറ്റ് വാസ് ഷോർട്ട് ഫിലിം പ്രൊഡക്ഷൻ കോൺടെസ്റ്റ്. കാരണം ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ അതുപോലൊരു ഷോർട്ട് ഫിലിം പ്രൊഡക്ഷൻ കോൺടെസ്റ്റ് പ്രത്യേകിച്ച് എങ്ങും നടക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് കേരളത്തിലില്ലായിരുന്നു ആ സമയത്ത്. നൗ ഐ ക്യാൻ സേ ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ അങ്ങനെ വലിയൊരു സംഭവമായിട്ടില്ലെന്ന്. അപ്പോൾ എൻ്റെ ഹോൾ ഇൻറ്റൻഷൻ വാസ് ദാറ്റ് എനിക്ക് എൻ്റെ യങ് ഏജിൽ പറ്റാതിരുന്നത് ഐ ഷുഡ് ബി ഏബിൾ ടു ഡു ഇറ്റ് ഫോർ ദ നെക്സ്റ്റ് ജനറേഷൻ. ദാറ്റ് വാസ് എ ഹോൾ ഇൻറ്റൻഷൻ. അങ്ങനെ ഞാനിത് സ്റ്റാർട്ട് ചെയ്തു. ഓണസ്റ്റ്ലി വലിയ പ്രതീക്ഷ ഒന്നുമല്ലായിരുന്നു, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് സീസൺ കഴിഞ്ഞു, സെക്കൻഡ് സീസൺ കഴിഞ്ഞു. പിന്നെ പതുക്കെ ആൾക്കാർ ചോദിച്ചു തുടങ്ങി എന്നാണ് നിങ്ങളുടെ കോൺടെസ്റ്റ്. അതിപ്പോൾ 8th സീസണിൽ നിൽക്കുന്നു. സോ 7 years 8 seasons 21 ഷോർട്ട് ഫിലിംസ് ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്തു. ഇനി 5 ചെയ്യാനുണ്ട് 8th സീസണിൻ്റെ. ദ ബെസ്റ്റ് പാർട്ട് വാസ് ദാറ്റ് ഇതിലെ ഫസ്റ്റ് സീസണിലെ വിന്നറാണ് ഈ വിനേഷ് വിശ്വനാഥ്. 3rd സീസണിലെ വിന്നറാണ് വിനോദ് ലീല. കഴിഞ്ഞ കൊല്ലം മന്ദാകിനി എന്ന് പറഞ്ഞ പടം ഡയറക്റ്റ് ചെയ്തത് വിനോദ് ലീല ബജറ്റ് ലാബ് പ്രോഡക്റ്റാണ്. ഇപ്പോൾ 4th സീസണിൽ ഒരു വിന്നറുണ്ട്, അമീർ സുഹേൽ. പുള്ളിക്കാരൻ ഷെയ്ൻ നിഗത്തിൻ്റെ ഒരു പടത്തിൻ്റെ റൈറ്ററാണ്. അപ്പോൾ എൻ്റെ കമ്പനിയിൽ നിന്ന് കുട്ടികളിങ്ങനെ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് കാണുമ്പോൾ ഐ ഫീൽ ഗുഡ്. അത് നല്ലൊരു ലൈക്ക് ഇറ്റ്സ് സംതിങ് ലൈക്ക് യു ഹവ് ഡൺ സംതിങ് ടു സിനിമ. ബിക്കോസ് എനിക്ക് സിനിമ അത്ര ഇഷ്ടമായിരുന്നു. അപ്പോൾ മൈ ഹോൾ പർപ്പസ് ഓഫ് ദ ഷോർട്ട് ഫിലിം പ്രൊഡക്ഷൻ കോൺടെസ്റ്റ് വാസ് ഡെഫിനറ്റ്ലി ടു എൻകറേജ് യങ്സ്റ്റേഴ്സ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി മേക്ക് ദം അണ്ടർസ്റ്റാൻഡ് ഹൗ സീരിയസ് ഇറ്റ് ഈസ് ടു മേക്ക് എ ഫിലിം. അതായത് കുറേ അധികം ആളുകൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അവർ വരും, എൻ്റെ ഈ സ്ക്രിപ്റ്റ് ഉണ്ട്, ഇങ്ങനെയാണ്, അതാണ്, ഇതാണ്. പക്ഷേ ദേ ജസ്റ്റ് ഡോണ്ട് ഹാവ് എ ക്ലാരിറ്റി. ഇതെന്താണ് ചെയ്യേണ്ടത്, ഇത് വെച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞങ്ങൾ ആ സമയം, അതായത് അൺടിൽ 7th സീസൺ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന 1 lakh rupees ബഡ്ജറ്റാണ് ഒരു ഷോർട്ട് ഫിലിം. ഞാൻ പറഞ്ഞു മര്യാദയ്ക്കൊരു ടീമുണ്ടെങ്കിൽ 1 lakh is more than enough to make a film. കാരണം ചിലർ വരും, സാറേ എനിക്കൊരു 4 lakhs ഒക്കെ വേണം. ഞാൻ പറഞ്ഞു മോനെ നീ ബാഹുബലിയാണോ ചെയ്യുന്നത്, ഷോർട്ട് ഫിലിം അല്ലേ. അപ്പോൾ 1 ലക്ഷം. കാരണം റീസെൻ്റ്ലി 2-3 ദിവസം മുമ്പ് ഒരു ടീം എൻ്റെ അടുത്ത് വന്നു, സർ ബഡ്ജറ്റ് ലാബ് പ്രൊഡക്ഷൻ ഏറ്റെടുക്കാമോ. ഞാൻ ചോദിച്ചു എന്ത് പറ്റി. 7 ദിവസം ഷൂട്ട് ചെയ്തു, ഓൾമോസ്റ്റ് 2.5 ലക്ഷം രൂപ അവർ കളഞ്ഞു. ഓക്കെ, ഇനി അവർക്ക് 2.5 ലക്ഷം രൂപ വേണം, 6 ദിവസം ഷൂട്ട് ചെയ്യണം. ഞാൻ ക്രേസി ആവട്ടെ, ഇത്രയും കാശുകളും. കാരണം എവിടെ നിന്ന് തിരിച്ചു പിടിക്കാനാണ്. അൺഫോർച്ചുനേറ്റ്ലി അവർക്കത് അറിയില്ലായിരുന്നു ഇതെങ്ങനെ പ്ലാൻ ചെയ്യണം. കാരണം നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്താൽ നമ്മൾ ആ പ്രോജക്റ്റ് ഡ്രോപ്പ് ചെയ്യും. വെറുതെ എന്തിനാ പൈസ കളയുന്നതെന്നും പറഞ്ഞു. ഓക്കെ, വി വിൽ ലുക്ക് ഫോർ എ സ്മോളർ പ്രോജക്റ്റ്.
അപ്പോൾ എൻ്റെ ഹോൾ ഇൻറ്റൻഷൻ വാസ് ഐ ലോസ് മൈ മണി യുനോ അറ്റ്ലീസ്റ്റ് മറ്റുള്ളവർക്ക് അത് പറ്റാതിരിക്കണം യുനോ. അപ്പോൾ ചിലരൊക്കെ അതിനെ മിസ്ഇൻറ്റർപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ടീമിങ്ങനെ വന്നു, അവർ ഒരു ബഡ്ജറ്റ് തന്നു, ലൈക്ക് യുനോ 1 lakh or സംതിങ്. ഞാൻ പറഞ്ഞു, മോനെ ആ ബഡ്ജറ്റ് ഒന്ന് റീവർക്ക് ചെയ്യുക, നിങ്ങളുടെ സബ്ജക്റ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പക്ഷേ എന്തോ ബഡ്ജറ്റ് ഒന്ന് റീവർക്ക് ചെയ്യുന്നു പറഞ്ഞു. ഇവരതിനെ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓഹോ ഇങ്ങനെ 1 ലക്ഷം രൂപ എന്നിട്ടപ്പോൾ കൂടിപ്പോയതാണെന്ന് പറഞ്ഞ് ഇവർ 90,000 ഇട്ടിട്ട് എനിക്കൊരു വോയിസ് നോട്ട് ഇട്ടു, സാറേ ഇതിൽ കുറച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, ബഡ്ജറ്റ് ലാബിൻ്റെ ക്വാളിറ്റീനെ അത് എഫക്റ്റ് ചെയ്യും. ഞാൻ പറഞ്ഞു, പൊന്നുമോനെ ഞാൻ അതല്ല പറഞ്ഞത്, ഇത് അതിൽ കൂടുതലാവുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവർ വീണ്ടും റീവർക്ക് ചെയ്തപ്പോൾ ഇറ്റ് കെയിം ടു ഓൾമോസ്റ്റ് 1.5 lakhs. ഞാൻ പറഞ്ഞു, ദിസ് എക്സാക്ട്ലി വാട്ട് ഐ സെഡ്. ആ 50,000 രൂപ എന്ത് ചെയ്യും, നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പോകും, നിങ്ങൾക്ക് തിരിച്ചും കിട്ടില്ല, കാരണം ഇതെല്ലാം കോർപ്പറേറ്റ് ബഡ്ജറ്റ് ലാബിൻ്റെയാണ്. സോ ഐ ഡോണ്ട് വാണ്ട് യു വേസ്റ്റ് യുവർ ടൈം ഫോർ ദാറ്റ്. കാരണം ആ ഒരു സെൻസിബിലിറ്റി അവർക്കില്ലെങ്കിൽ, ആ ഒരു അത് എക്സൈറ്റ്മെൻറ്റ് കാരണം എനിക്ക് എങ്ങനെ ഒരു പടം ചെയ്താൽ മതി, ദാറ്റ് വിൽ എൻഡ് അപ്പ് ഇൻ എ ബിഗ് ലോസ്. അത് അവരുടെ ക്രെഡിബിലിറ്റി പോവും, പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണോ അവരുടെ കാശ് പോവും. ഐ സെഡ് വി വിൽ നോട്ട് എൻകറേജ് ദാറ്റ്.